Hello, what's up, guys? Welcome back to new video. മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് പാട്രിയോട്ടിന്റെ. സോ വെൽക്കം ബാക്ക് ടു നിവേദിത് മാധവ്. അപ്പോൾ പാട്രിയോട്ടിന്റെ ഇപ്പോൾ ഇന്നലെയാണ് ഞാൻ പോയി കണ്ടത്. ഇന്നലെ തന്നെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും ഇത് എഡിറ്റ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും ഇന്നലെ ഞാൻ എഡിറ്റ് ചെയ്തിടാൻ നോക്കാം. ഓക്കെ, ശരി. ഇന്നലെ ആയിരുന്നു കണ്ടത്. അപ്പോൾ ഇത് IMDb റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 6.6 ഔട്ട് ഓഫ് 10. ഓക്കെ, പിന്നെ 905 ആൾക്കാർ കണ്ടിട്ട് അത്രയും പേര് റിവ്യൂ ചെയ്തതിൻ്റെ ഇതിലാണ്. ഓക്കെ, ഇപ്പോൾ ഡയറക്ടർ മഹേഷ് നാരായണൻ, റൈറ്റർ മഹേഷ് നാരായണൻ, മമ്മൂട്ടി, മോഹൻലാൽ, കൊഞ്ചാക്ക ബോബൻ, പിന്നെ ഫഹദ് ഫാസിലൊക്കെ ഉണ്ട്. നയൻതാര, രേവതി, ദർശന, ഇയാളാണ് മറ്റേ രാജീവ് മേനോൻ. ഓക്കെ, കുറെ പേരുണ്ട്, നമുക്കറിയുന്ന പേരുണ്ട്, ആക്ടേഴ്സും. ഓക്കെ ഓക്കെ എൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ ആക്ച്വലി ഗുഡ് ആണ്. ഇത് നല്ലൊരു മൂവി തന്നെയാണ്. ഓക്കെ, പക്ഷെ നമ്മൾ സംഭവം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇതേപോലത്തെ കുറച്ച് ഇതായിട്ടുള്ള സ്റ്റോറി ബേസ് ആയിട്ടുള്ള മൂവീസ് മുന്നേ കണ്ടിട്ടുണ്ട്, മുന്നേ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഇതിൽ. എന്ന് വെച്ചാൽ ഏതാ മൂവീസിന് കറക്റ്റ് അറിയാം, പക്ഷെ ഞാൻ മലയാളത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇവരുടെ തന്നെയാണെന്ന് തോന്നുന്നു. സി യു സൂണൊക്കെ ഇതേപോലെ ഒരു ബേസിലാണ്. സി യു സൂണ് പിന്നെ വേറൊരു ഇത്. പക്ഷെ ഇത് കുറച്ചും കൂടി ലൈക്ക് ഗവൺമെന്റിന്റെ, ഇന്ത്യ മൊത്തത്തിൽ ഗവൺമെന്റിന്റെ ഇത് ബേസ് ചെയ്തിട്ടാണ് സംഭവം. ഓക്കെ, അപ്പോ ഇതില് പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഒരു എന്താ പറയാ സൈബർ ഇതില് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. സൈബർ എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഇതില് വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ ഒരു ത്രെട്ട് വന്നപ്പോ UK, ലണ്ടനിലേക്കൊക്കെ UK ആണെന്ന് തോന്നുന്നു, എന്നിട്ട് ഷിഫ്റ്റ് ആയി പോകുന്നു. പക്ഷെ ട്രെയിലർ ഞാൻ വെച്ച് നോക്കുകയാണെങ്കിൽ ട്രെയിലറിൽ നമ്മൾ വിചാരിക്കും, ട്രെയിലർ എനിക്ക് ആൾക്കാർ കൂടുതലും കുറെ എക്സ്പെക്ട് ചെയ്ത് അതിന്റെ അത്ര നമ്മൾ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നല്ലൊരു സിനിമയാണ്, സ്റ്റോറിയൊക്കെ നല്ലൊരു സിനിമയാണ്, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിത് കണ്ടു വെച്ചിട്ട് എനിക്ക് ഇതേപോലെ മുന്നേ മൂവീസ് ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. വെച്ചാൽ ഇതേ സ്റ്റോറി ലൈനൊക്കെ വെച്ചിട്ട് ഉണ്ട് ഉണ്ട് തന്നെ പറയാം. പക്ഷെ നല്ലൊരു ബേസ് ചെയ്തിട്ട് പിന്നെ ദുബായ് ഇൻഫ്ലുവൻസേഴ്സ് കുറെ പേരുണ്ട്. പിന്നെ എംഫോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെ, എനിക്ക് ഈ മമ്മൂട്ടി ഇതിലൊരു ബ്ലോഗർ രീതിയിലാണല്ലോ. വിമതൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറില് അങ്ങനത്തെ ഒരു യൂട്യൂബറായിട്ട് ടെക് റിവ്യൂർ അങ്ങനെ രീതിയിലാണ്. കറക്റ്റ് അൺബോക്സിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്, സെറ്റ് സാധനമാണ് അതൊക്കെ. പക്ഷെ ഇതിൽ നമ്മൾ കാണുമ്പോൾ ശരിക്കും സംഭവം ഇത് നടക്കുന്ന കാര്യം തന്നെയാണ്. ഇതായിട്ട് പറയാത്ത വെച്ചാൽ ഓഫ്കോഴ്സ് നമ്മളെ പ്രൈവസി, ഫോണ്, ലാപ്ടോപ്സ് എല്ലാം ട്രാക്കിംഗ് ആണ് ഫുള്ള്. ഗവൺമെന്റിന്റെ ഇതിൽ ട്രാക്ക് ചെയ്യും. നമ്മളെ ഡാറ്റ വെച്ചിട്ട് അവരെന്താ ചെയ്യുന്നത്, നമ്മളെ ഇതിലേക്ക് തിരിച്ച് ഇതിലേക്ക് വരുന്നത്, നമുക്ക് ഓരോ വരുന്ന കോളും എല്ലാം ട്രാക്ക് ചെയ്ത് ഈവൻ നമ്മളെ ക്യാമറ ഇപ്പൊ ഈ ഇതുവരെ ട്രാക്കിങ് ഇതാവും. മനസ്സിലായില്ലേ? സംഭവം നമുക്ക് ഇത് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇതില് അത്രയും സീരിയസ് ആയിട്ട് സംഭവങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. സംഭവം ശരിക്കും സീരിയസ് മാറ്റർ തന്നെയാണ്. പക്ഷെ നല്ല രീതിയില് ചെയ്തിട്ടുണ്ട് സംഭവം. മമ്മൂട്ടിയാണ് മെയിൻ. മമ്മൂട്ടി, കൊഞ്ചാക്ക ബോബൻ, ഫഹദ് ഫാസില്. ഫഹദ് ഫാസില് സംഭവം അതൊക്കെ ഉണ്ടായിരുന്നു. ഫഹദ് ഫാസിലിന്റെ അച്ഛൻ ഇതില് പാർട്ടി ഫഹദ് ഫാസില് വേറൊരു
കമ്പനി ഇതാണ്. അപ്പൊ ഇതിന്റെ ഒരു ലിങ്ക് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ബേസിൽ ഫസ്റ്റ് അച്ഛൻ അത് പറയുന്നില്ല. ഓക്കെ, പറയുന്നില്ല. ഓക്കെ, അതൊക്കെ നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. സംഭവം സെറ്റ് ആണ്. എനിക്ക് അത്യാവശ്യം നല്ല മൂവി തന്നെയാണ്. ഭയങ്കര ഫ്ലോപ്പ് ഒന്നും പറയാനൊന്നുമില്ല. നല്ല മൂവി തന്നെയാണ്. കണ്ടു നോക്കാൻ പറ്റിയ മൂവി, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. സോ അതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. നിങ്ങൾ കണ്ടിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാ. സംഭവം തന്നെയാണ്. ഓക്കെ, ഈ സ്റ്റോറി പിന്നെ എനിക്ക് കുറച്ച് ഈ ഭയങ്കര ലോങ് ആയിപ്പോയ ഒരു ഫീലാണ് എനിക്ക് അടിച്ചത്. ഭയങ്കര ലോങ് ആയിപ്പോയി, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്രയും ലോങ് ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സ്റ്റോറി അങ്ങനെ ആയിട്ടാണ്. പക്ഷെ ഭയങ്കര ലോങ് ആയി, 3 hours ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ 1:25 ആ സമയത്താണ് കയറിയത്. എന്നിട്ട് 4:30 കഴിഞ്ഞ് ഡബിളൊന്ന് 4:30 കഴിഞ്ഞ് ഇറങ്ങാൻ. ഇത്രയും ഇതായിരുന്നു. വൺ ടൈം എക്സ്പീരിയൻസോ അല്ലെങ്കിൽ തിയേറ്റർ സിനിമയാണ്. ഓവർ ഹൈപ്പ് എന്നൊന്നും പറയാനില്ല. ഉള്ള നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള ഹൈപ്പ് ഒന്നും ഇല്ല ഇതില്. അതൊക്കെയാണ് പറയാനുള്ളത്. എനിക്ക് ഇങ്ങനത്തെ മൂവീസൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. ഇങ്ങനത്തെ ത്രില്ലർ ബേസ് ആയിട്ട് സംഭവം നൈസ് ഇതാണ്. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവങ്ങള്. പക്ഷെ ഇത് കുറച്ച് ചിലവര് ഇപ്പോ ചിലപ്പോൾ ഇതിനെ കുറിച്ചൊന്നും അറിയാത്തവര് ചിലപ്പോൾ ഇതിനെ കാണുമ്പോ ലൈക്ക് ഈ ടെൻഷൻ അല്ലെങ്കിൽ ടെൻഷനിൽ കുറച്ച് പേടിക്കുക. അല്ലാതെ ഇതിനെ പറ്റി നോക്കുമ്പോ ഇത് പേടിക്കും. പക്ഷെ ഇത് സംഭവം കാര്യമുള്ളതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിലും ഗവൺമെന്റ് ഇങ്ങനെയാണോ ചെയ്യുന്നത്, അങ്ങനത്തെ രീതിയിലാണ് ഈ മൂവി എടുത്തേച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ ഫോണൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. എല്ലാവരും ട്രാക്ക് ചെയ്യുന്നുണ്ടാവും, അത് ഉറപ്പാണ്. ഫോണ്, ലാപ്ടോപ്സ്, പിന്നെ ഈ ലാപ്ടോപ്പ് സ്കീമിന്റെ ആണ് അവർ മെയിനായിട്ട് പറയുന്നത്. അത് ബേസ് ചെയ്തിട്ടൊക്കെയാണ് മൂവി പോകുന്നത് ലാസ്റ്റ് വരെ. സോ ഈ സംഭവം നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ വേൾഡിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോ ബി അവെയർ ഓഫ് ഇറ്റ്. ഫോൺ യൂസ് ചെയ്യുമ്പോൾ എന്താ നിങ്ങളെ ഫോണ് ആൾക്കാർ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പണി കിട്ടും നിങ്ങൾക്ക്. അതാണ് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, ഡു വാച്ച് ഇറ്റ്. തിയേറ്ററിലുണ്ട്, പക്ഷേ തിയേറ്റർ ഓഫ് കോഴ്സ് ഞാൻ അപ്പോ ടിക്കറ്റ് എടുത്ത് കയറിയതാണ്. എന്താ വെച്ചാല് ആൾക്കാരൊക്കെ കുറവായിരുന്നു, വലിയ ആൾക്കാർ കുറവായിരുന്നു. മാക്സിമം പോയ 10-20 പേര് ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ ഒരു ഇതില് ഞാൻ കണ്ട തിയേറ്ററിലൊക്കെ അത്രയും ആൾക്കാർക്ക് ഇതിൻ്റെ അത് പോയിട്ടുണ്ട്. പക്ഷെ നല്ലൊരു മൂവിയാണ്, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. സോ ഡു വാച്ച് ഇറ്റ് ആൻഡ് let me know your comments and reviews. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി റിവ്യൂസ് ചെയ്തതാണ്. ഞാൻ മുന്നേ കണ്ട മൂവീസിന്റെ റിവ്യൂസ് ഇടാനുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് എന്തായാലും വരാം. ഇതിപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതുകൊണ്ട് ചെയ്താണ്. പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈം തന്നെ ലൈക്ക് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ്, ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ മതി. It was good. Bye guys. Subscribe and all.